കൂവള മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പുഷ്കരൻ എന്ന ഒരു നായാടിയുടെ കഥ നമുക്ക് കേൾക്കാം. മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന പുഷ്കരൻ എന്ന നായാടിയുടെ മുന്നിൽ ഒരു ദിവസം 2 ഇണമാനുകൾ വന്നുപെട്ടു. കൊല്ലാനായി അമ്പു തൊടുത്ത പുഷ്കരനോട് ആ മാനുകൾ പറഞ്ഞു, അരുത്, ഞങ്ങളെ കാത്ത്. താവളത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഹാരത്തിനായി വിശന്നിരിക്കുകയാണ്. നീ ഞങ്ങളെ അമ്പി നിരയാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. അമ്മയെയും അച്ഛനെയും കാത്ത് വിശന്നു വലഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ആഹാരം കൊടുത്ത് അവരോട് അന്ത്യയാത്ര ചോദിച്ചിട്ട് വരും വരെ നീ ഞങ്ങളെ കൊല്ലരുത്. ഈ വാക്കുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ സത്യം ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ അയാൾ മാനുകളെ വിട്ടയച്ചു. തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പിൽ കയറിയിരുന്ന് ഏതെങ്കിലും മൃഗങ്ങൾ വരുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുഷ്കരൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. ചെയ്തത് മണ്ടത്തരമായി പോയോ? കയ്യിൽ വന്നുപെട്ട ഇരയാണ് താൻ വെറുതെ വിട്ടത്. ഇനി അവ തിരിച്ചു വരുമോ എന്നിങ്ങനെ ചിന്തിച്ച് അസ്വസ്ഥമായ മനസ്സോടെ അയാൾ ഇരുന്ന മരത്തിലെ ഇലകൾ പറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു. എന്നാൽ പുഷ്കരൻ അറിഞ്ഞിരുന്നില്ല താൻ ഇരിക്കുന്നത് ഒരു കൂവള മരത്തിലാണെന്നും താഴെയിടുന്ന ഓരോ ഇലയും താഴെയുള്ള ഒരു ശിവലിംഗത്തിൽ അർച്ചനയായി വീഴുന്നത്. ഇങ്ങനെ സമയം കുറച്ചധികമായപ്പോൾ അതാ വരുന്നു ആ ഇനമാനുകൾ. അവ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ അനുവദിച്ച ഹേ നായാടി, നിന്നോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി നീ ഞങ്ങളെ കൊന്നുകൊള്ളുക. ഇതിന് മറുപടിയായി നായാടി പറഞ്ഞു, വേണ്ട, എനിക്ക് നിങ്ങളെ കൊല്ലണ്ട. നിങ്ങൾ പോയ ശേഷം എൻ്റെ മനസ്സിൽ എന്തോ ഒരു നല്ല മാറ്റമുണ്ടായി. നന്മയുടെ കിരണങ്ങൾ എൻ്റെ ആത്മാവിലേക്ക് വെളിച്ചം വീശിയതുപോലെ ഒരു അനുഭവം. ഞാൻ ഇനി ഒരു ജീവിയെയും കൊല്ലുകയില്ല. ദേവാധിദേവനായ മഹേശ്വരന്റെ അനുഗ്രഹം എന്നെ ആകെ മാറ്റിയിരിക്കുന്നു. അവിടുത്തെ ചൈതന്യവും രൂപവും എനിക്ക് കാണാനാകുന്നു. നിങ്ങൾ ഭയം വെടിയുക, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ദിവ്യമായ ഒരു പ്രകാശം അവിടെ മാകെ വ്യാപിക്കുകയും ശിവകിങ്കരന്മാർ അവിടെ എത്തുകയും പുഷ്കരനെ ശിവലോകത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ശിവഭക്തർ ക്ഷേത്ര ദർശന വേളകളിൽ ശിവലിംഗത്തിൽ ചാർത്താൻ കൊണ്ടുപോകുന്ന പൂജാപുഷ്പങ്ങളിൽ വിശേഷപ്പെട്ടതാണ് കൂവളം അഥവാ വില്ലുപത്രം. ത്രിനേത്രനായ ഭഗവാന്റെ 3 കണ്ണുകൾക്ക് തുല്യമെന്നോ 3 കണ്ണുകൾ തന്നെയെന്നോ കൂവളത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം. സാധാരണയായി കൂവളം ആരും തന്നെ വീടിന് സമീപം നടാറില്ല. നടുകയാണെങ്കിൽ ശുദ്ധിയും വൃത്തിയുമുള്ള ഭാഗത്ത് മാത്രമേ കൂവളം നടാവൂ. കഴുകിയൊഴിക്കുകയും വൃത്തിഹീനമായി കിടക്കുകയും ചെയ്യുന്നിടത്തോ വടക്കേപ്പുറം എന്ന വീടിൻ്റെ പിൻഭാഗത്തോ ഒരിക്കലും കൂവളം നടരുത്. കൂവളം തനിയെ ഒരു വീടിൻ്റെ പരിസരത്ത് പൊടിച്ചു വന്നാൽ അത് ശിവാനുഗ്രഹമായി കാണുകയും അവിടെ നിർത്തി പരിപാലിച്ച് വളർത്താൻ പ്രയാസമാണെങ്കിൽ വേര് നഷ്ടപ്പെടാതെ മണ്ണോടുകൂടി ഇളക്കി തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഏൽപ്പിക്കുകയാണ് ഉത്തമം. ആയുർവേദത്തിൽ നിരവധി രോഗങ്ങൾക്ക് സിദ്ധ ഔഷധമാണ് കൂവളം. അറിയാതെയാണെങ്കിൽ പോലും കൂവളഹാരാർപ്പണത്താലും കൂവളത്തിലെ അർച്ചനയാലും ശിവാനുഗ്രഹം എളുപ്പം ലഭിക്കും എന്നാണ് ശിവപുരാണത്തിലുള്ള പുഷ്കരൻ എന്ന നായാടിയുടെ കഥ ഉദാഹരിക്കുന്നത്.